ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്കൂളിട്ട് വന്നിരിക്കുക. അപ്പോ ഗേസ്, ഇന്നത്തെ നോമ്പുതറക്ക് ഒരു സ്പെഷ്യലി സംഭവം ഉണ്ട്. എന്താണ്? നമ്മളമ്മാനെ നോമ്പറക്കാൻ വിളിച്ചത്. വരുമോന്നൊന്നും എനിക്കറിയില്ല. വരും. ഇമ്മാനെ നോമ്പറക്കാന്ന് വിളിക്കണം. ഇതൊരാളോട് പറഞ്ഞിട്ടില്ല. അപ്പൊ എന്താ സംഭവം വെച്ചാല്, ഉമ്മാക്ക് അങ്ങനെ ഇങ്ങനെ ഫുഡൊന്നും ഉമ്മ വല്ലാതെ കഴിക്കൂല. പത്തിരി പൊറാട്ട ഒന്ന് തിന്നു തോന്നണം. ഉമ്മാക്ക് നോമ്പറക്കാൻ നേരത്തെ ഭയങ്കര ഇപ്പൊ ഫുഡൊന്നും വല്ലാതെ കഴിക്കണില്ല. ഭയങ്കര മടിയാണ് കഴിക്കാനൊക്കെ, ക്ഷീണവും കാര്യങ്ങളും ഒക്കെ കൂടിയിട്ട്. അപ്പൊ ഇമ്മാക്ക് ജീവനായ ഒരു വിഭവമുണ്ട്. അത് എല്ലാവർക്കും മന്തി, ബിരിയാണി അങ്ങനെയൊക്കെ അല്ലേ. അപ്പൊ ഇമ്മാക്ക് ചക്കക്കൂട്ടാൻ ഉണ്ടായതാ. രാവിലെ ചായക്കടി കൊടുത്താലും തിന്നും, ഉച്ചക്ക് കൊടുത്താലും തിന്നും, രാത്രി കൊടുത്താലും തിന്നും. ജീവാണ്ട് കളയും. ഒരു ചക്കാണ് കിട്ടിയ പിന്നെ ആള് ക്ഷീണമൊന്നും നോക്കൂല. ക്ഷീണത്തോടെ കിടക്കുന്ന ആള് ചക്ക കണ്ട അന്നേനെ പെരുന്നാള്. അന്നാണ് ഉമ്മാന്റെ പെരുന്നാള്. ഇത് നോമ്പ് 30 ദിവസം ചക്ക കിട്ടിയാലും ഉമ്മാക്ക് അത് മതി. ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ കൂടുതൽ ഞങ്ങൾ ചക്ക ഉണ്ടാക്കിയിരുന്നു. എൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ ഉമ്മ ഒക്കെ ഒന്നിച്ച് അന്ന് പണ്ട് അധികം നോമ്പുകൾക്കും ബീഫും ചക്കയായിരുന്നു. ബീഫും ചക്കയും. പക്ഷെ ഉമ്മാക്കിപ്പോ ഈ ഹാർട്ടിന്റെ പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് ഉമ്മ വല്ലാതെ. അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ ചക്ക ഇല്ല, അല്ലെങ്കിൽ ആള് കറങ്ങി തിരിഞ്ഞ് വേണ്ടപ്പെട്ട ഫ്രണ്ടിന്റെ വീട്ടിൽ അവിടെ ഇവിടെ ഒക്കെ പോയി ആള് തന്നെ കൊണ്ടുവരും ചക്ക. അപ്പോ ഏതായാലും ഉമ്മാക്ക് ചക്കയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ജീവിതത്തിലെ. ഞാൻ പറഞ്ഞപ്പോ ചക്കനെ കൂടുന്ന എടുത്തോണ്ടിരാ. ഉമ്മാക്ക് നമ്മളെ വിളിച്ചുമ്പോ അവർക്ക് ഇഷ്ടമുള്ള ഫുഡുകൾ കൊടുക്കുമ്പോഴല്ലേ അവര് ഇതുള്ളൂ. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കിക്കാണ്ട് അവരെ നോമ്പറക്കാൻ വിളിച്ചുമ്പോ രസമില്ലല്ലോ. അപ്പൊ ഇമ്മാക്ക് ഇഷ്ടപ്പെട്ടതിനായിക്കോട്ടെ. ഉമ്മാക്ക് പിന്നെ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ ഞങ്ങൾ ആളോട് പറയണില്ല. ചക്ക കൊടുന്നാ കിട്ടിയപ്പോ ഇങ്ങനെ മോനെ ജിഷ്ണുവിനെ വിളിച്ചു. അപ്പൊ പിന്നെ ചക്ക എത്തുന്നോടത്തില്ല. പിന്നെ വേറെ വിളിച്ച് അവിടെയും എത്തുന്നോടത്തില്ല, ഒക്കെ തോട്ടി ഇട്ടിടണം. പിന്നെ ഞങ്ങള് താഴത്ത് ബാവാക്കാടെ പോകാനുള്ള പരിപാടിയാണ്. ബാവാക്കാടെ വിളിച്ചവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ ഉണ്ട്. അപ്പൊ അവിടെ പോയി നോക്കട്ടെ. പക്ഷെ ആ പിലാവ് 1.5 പിലാവട്ടാ, കുറച്ച് റിസ്ക് ആയിക്കാരം. ഭയങ്കര വലുപ്പമാണ്. അപ്പൊ ഉമ്മാക്ക് വേണ്ടി നമ്മൾ റിസ്ക് എടുത്തേ പറ്റുള്ളൂ അല്ലേ. അപ്പൊ ഞാൻ ഉളു കൊടുത്ത് നിസ്കരിച്ചാൻ പോണ ആളെന്നെ പിടിച്ചിരുത്തിയതാണ്. അപ്പൊ ഷാളായിട്ട് ഇങ്ങനെ പുതച്ചിരുന്നു മേന് തട്ടാതിരിക്കാന്. വെയില് കൊണ്ട് ചക്കക്ക് നടന്ന് വെയിൽ കൊണ്ടിട്ടാണ് ഇതവിടെ വെളുപ്പ് ഞാൻ കൊണ്ടിട്ടാ. അതിന് ഞാൻ പറ്റി ഫുള്ള് കരിവാളിച്ച് പോയി. എത്ര പിലാവിന്റെ തൊട്ടപ്പോ ഞാൻ പോയാലും അറിയാം. അപ്പൊ നമുക്ക് ഈ പിലാവിന്റെ ഓട്ടത്തിൽ ഇതൊക്കെ നിങ്ങൾ കണ്ടോണ്ടിട്ട് നല്ല രസമുണ്ട് കാണാൻ. നല്ല ഒഴിഞ്ഞ പറമ്പാണ് ബാവാക്കാടെ. വലിയ പട്ട് കൂറ്റാൻ പിലാവാണ്. അപ്പൊ നമ്മൾ ചക്കട എന്തെങ്കിലും കയറാൻ കഴിയൂല, തോട്ടിയിട്ട് ഇങ്ങനെ കുളത്തി വലിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ കുട്ടിമാരോട് പോയി നോക്കാം. ഇജപ്പോ നിസ്കരിച്ചൂടെ ട്ടാ. അപ്പൊ എങ്ങനെ ഞങ്ങളെ ചക്കട ഇന്നത്തെ നോമ്പിന്റെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ്, ഉമ്മാക്ക് എങ്ങനെയാണ് സർപ്രൈസ് കൊടുക്കണേ, ഇമ്മ ഞങ്ങൾ കൂടി എങ്ങനെയാണ് നോമ്പ് തുറക്കണേ, എല്ലാം നിങ്ങളൊന്ന് കണ്ടോക്കി. ഇവര് അടിപൊളിയായിക്കാരം. ആ രീതി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പറ്റായിട്ടോ ഇന്നെ പറ്റായിട്ടോ ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെ ചിന്തിക്കരുത്. ഈ വയസ്സായമാർക്ക് ഓല ആ ഒരു അന്തരീക്ഷം ഉണ്ടാവില്ല, ഓല റൂമ്, ഓല കാര്യങ്ങള്. അപ്പൊ അതാണ്, എല്ലാം ഒന്നുമില്ല. അപ്പൊ ഇവിടെ തന്നെ എണീക്കാരെന്താ ഫുള്ള്. പിന്നെ ഈ ക്ഷീണും കാര്യം അതിന്റെ ശ്വാസം ഏറ്റവും വേണ്ടി അങ്ങനെ കിടക്കും, ഉറങ്ങും. അതിനിപ്പോ പണിയല്ലാതെ വല്ലാതെ ഇന്നിപ്പോ ഇങ്ങോട്ട് വന്നിട്ടുമില്ല, കിടക്കണേ. അപ്പൊ ഏതായാലും ഉമ്മയും ഞങ്ങളും കൂടെ എല്ലാം നോമ്പോറ എങ്ങനെ നിങ്ങളൊന്ന് കണ്ടോക്കും. ചക്കിട്ടൊക്കെ വരാം. ബാക്കി വിശേഷങ്ങളൊക്കെ വയ്യെങ്കിൽ കാണാം. ആദ്യം ഒരു ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടവർക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. തീർച്ചയായിട്ടും. പിന്നെ നിങ്ങളെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കമന്റിലൂടെ അപ്പൊ ഞങ്ങൾക്കൊക്കെ സുഖമായിട്ടിരിക്കുന്നു, നിങ്ങൾ സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് വീഡിയോയിലെ പോകാം അല്ല പൊന്നോ? എന്നാ പറയും. ഇന്ന് സ്കൂളിൽ നിന്ന് സമ്മാനം കിട്ടിക്കണേ എന്ന് പറഞ്ഞിടത്ത് എന്താ പൊന്നോ എന്തിനാണ് കിട്ടിയ സമ്മാനം? പറയടാ, നല്ല കുട്ടിയല്ലേ. എന്നാലും ഇജ്ജ് പറയുമ്പോഴല്ലേ അതിന്റെ ഭംഗി, അതിന്റെ ഭംഗി പറയും. എന്തിനായിരുന്നേ? എന്തിനായിരുന്നു പൊന്നോ? ഓണപരീക്ഷക്ക് സെക്കൻഡ് കിട്ടിയില്ല. പറേ. ആ, ഓനക്ക് പറയാൻ മടിയായിട്ട് പറയുന്നു. അതെ, കുട്ടിമോനിതാ ചക്ക കടാൻ വേണ്ടി പുതിയ കുപ്പായൊക്കെ ഇട്ട് കണ്ട് ഒരുങ്ങിയിരിക്കാണ്. അപ്പൊ ഞങ്ങൾ പോയി മോനെ നിസ്കരിച്ചാൻ ഞാൻ ഉറങ്ങണോട് നാട്ടി പിടിച്ച് കൊടുന്നാണ്. അപ്പൊ ഞാൻ മോനെ നിസ്കരിച്ചാൻ പോവാണ്. പിന്നെ ഞാൻ അത് മൂടി പോയിച്ചിരിക്കും. ഇന്ന് അഥവാ തൊട്ട അതിന്റെ ഒന്നും പറയും. എനിക്ക് രണ്ടാമത് ഒന്നും എടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അതെ, നോമ്പ് കളിയിരിക്കണേ. അപ്പൊ ഇതെന്തൊക്കെയാ വർക്കിംഗ് മെഷീന്റെ. അപ്പൊ സംഗതി നടക്കാം. എങ്ങനെ പൊളിക്കണം എന്ന് ചിന്തിച്ച് ചെയ്യണം. എത്ര ഈസി ആയിട്ട് എങ്ങനെ കിട്ടും എന്നൊക്കെ ഒന്ന് ചിന്തിക്കണം കേട്ടാ.
ഓക്കെ മാളും ഇപ്പോൾ ഒരു 2-3 ദിവസം മുമ്പ് മാളും ഓൺലൈനിൽ നിന്നൊക്കെ എവിടുന്ന് ഓർഡർ ചെയ്ത് വാങ്ങിക്കൊടുത്താണ്. അപ്പോൾ പരമാവധി 160 4 വണ്ടി ഇങ്ങനത്തെ നല്ല അടിപൊളി നല്ല അപ്പൊ ആള് കുറെ നേരത്ത് കുത്തിയിട്ട് എറിഞ്ഞിട്ടൊക്കെ നോക്കി പൊളിനില്ല. അപ്പൊ കത്തി എടുത്തിരിക്കണം ഇപ്പൊ കണ്ടില്ലേ. നിങ്ങളോടൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങൾ അപ്പൊ 4 വണ്ടിയിൽ ഇപ്പൊ ഒന്ന് മോൾട്ടിക്കും ഒന്ന് ഓനക്കും ഒന്ന് മോനൂനും അപ്പൊ ഒന്ന് എക്സ്ട്രാ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കേടെടുത്ത് എടുക്കാനുള്ള പ്ലാൻ ഉണ്ടാന്ന് എനിക്ക് അറിയില്ല. അല്ല മോനാ പൊന്നാ മോനുമാനെ കൂടി കേടെടുത്തണ്ട മാളോ ഇതാണ് ഇത് നിക്കേരിച്ചോട് ഞങ്ങൾ ആ ചക്കട്ട് വരാം. തന്തപ്പാപ്പ ഇത് മറ്റെന്താണ് കരണ്ടാണല്ലോ ഉള്ളിക്കൂടി എങ്ങനെ നോക്കി എത്തുമോ നോക്ക്. ഉള്ളിക്കൂടി അല്ലേ എന്നാലേ ആൾക്ക് ആ നോക്കെത്തുവോ നോക്കട്ടെ. അതാണ് അതെല്ലാം ശ്രദ്ധിക്കണം. എത്തൂല എത്തുവോ അത് കിട്ടുമോ നോക്കാം. ഏമോ കിട്ടുക കേട്ടോ. ഒന്ന് കത്തിച്ചിട്ട് കുഴപ്പമില്ല. ഇല്ല ആ നല്ല ആയിക്കോട്ടെ. ആ ഇല്ല ഒഞ്ഞേക്കണ് തോട്ടി തിരിച്ച് ലേസം അത് കൊമ്പുമ്പലാണ്ടാടാ. ഈ കൊമ്പുമ്പലാടാ അത്. ആ ആണ്ട് തിരിച്ച് ഇല്ല കുടിയില്ല. കാണാതെ എല്ലാവരും അതിനാണല്ലേ കാണില്ലെന്നോ. ആ പിടിച്ചോ കൊമ്പിനാ അല്ലല്ല പിടിച്ചോ. മാറ്റീന് കൊടുക്കുക അതേമാതിരി. അത് പഠിഞ്ഞ അത് തീരണം. തോട്ടി തീരണം. ആ അങ്ങനെ അല്ല അങ്ങനെയല്ലേ പൈസ. ബാവാക്കൻ്റെ പെരീന്ന് ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക. അപ്പം നോമ്പ് ഇറക്കാൻ ചക്ക കൂട്ടം ഉണ്ടാക്കാൻ ചക്കക്ക് ഞാനും കുട്ടിമോനും കൂടി പോകുന്നതാണ്. പിലാവിൻ്റെ നീളങ്ങൾ കണ്ടില്ലേ. യല്ലോ ഇയാളിതാ കിട്ടീന്ന് മുതലിട്ടാണ്. സാധനം കിട്ടിക്കണേ ഞങ്ങൾ ചക്കയിൽ പോകുന്നത്. കുട്ടിമലയൊക്കെ ഇവിടെ കേട്ടോ. ഓക്കെ അപ്പോൾ പെരിയിൽ പോയിട്ട് ബാക്കി കാണാം. അപ്പോൾ ചക്ക ഇട്ടിങ്ങാണ്ട് വരികയാണ്. ദൈ വീട്ടിൽ നിന്ന് നമ്മൾ ബാവാക്കാൻ്റെ വീട്ടിൽ നിന്ന്. ഇവിടെ നിന്ന് അധികം നമ്മളെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ചക്ക ഉണ്ടാ. 2 ആളെങ്കിലും ഓരോന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടി ചക്കട്ട് കുഴങ്ങി വന്നു കേട്ടോ. വലിയ സംഭവിക്കാണ്ട് വലിയ സംഭവം. ആ പിലാവ് ഇതിൽ വീഡിയോയിൽ എടുത്തിട്ട് എൻ്റെ പൊന്നോ 1.5 പിലാവാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത് പിലാവ് കണ്ടിട്ടില്ല. അത് നമ്മളെ എല്ലാ സബ്സ്ക്രൈബേഴ്സും കണ്ടിട്ടുണ്ടാവും എത്ര കഷ്ടപ്പെട്ടാണ് ആ പിലാവ് എന്നത് പഠിച്ചതെന്ന്. ചെറിയ ഒരു ചക്ക. അപ്പൊ ഇതോ വലിയൊരു ചക്ക. അപ്പൊ ഞാൻ എന്നാൽ കുറുകത്താണി പോയിട്ട് വരാം. ഞങ്ങള് ചക്കട്ട് കുഴങ്ങി എന്നോട്. എന്റെ മോനെ ഞാൻ ഈ നോമ്പും നോറ്റല്ലേ നിങ്ങളത് ചിന്തിച്ചു നോക്കി. മരം കീറിയിട്ടൊന്നുമില്ല. മരം കയറി ഇതിന് എളുപ്പമായിരിക്കും. അതിന് ഈ വീഡിയോയിൽ ഓര് കണ്ടിട്ട് ഓരോ അഭിപ്രായം പറയട്ടെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടിട്ടുള്ളത്. ഒരു തോട്ടിട്ട് കണ്ട് ചക്കടാലേ. അതിന് ഞാൻ കുറച്ചൊരു തോട്ടി അതുകൊണ്ടാണ് കിട്ടിയെന്ന് ബാക്കെ പറഞ്ഞത്. അല്ലെങ്കിൽ ഇത് എത്തൂലെന്ന്. വലിയ പിലാവാണോ ഓർക്ക് എത്തലില്ലല്ലോ. അപ്പൊ ഞാൻ കടയിൽ പോയിട്ട് വെളിച്ചെണ്ണന്റെ പകരം ഓയിലാക്കാം. വെളിച്ചെണ്ണ ഭയങ്കര റേറ്റാ. അപ്പൊ പൊരിക്കാൻ തൽക്കാലം മതി. നമ്മൾ ഇതുവരെ വാങ്ങിയിട്ടില്ല. റേറ്റ് ആണ്. ഒരു 500 ഓയില്. നോമ്പ് ലാസ്റ്റ് ആയപ്പോ എല്ലാം കാലിയായില്ലേ. പിന്നെ ചിക്കൻ ഉമ്മാക്ക് ഇഷ്ടമാണ് പൊരിച്ചതല്ലേ. പൊന്നൂസിന് ഇഷ്ടമാണ്. ഈ കറിയൊക്കെ അത് വാങ്ങാം. പിന്നെ വേറെ ഞാൻ ഒരു ഇതിങ്ങനെ വാങ്ങിക്കോളാം അല്ലേ. 2 വാങ്ങാൻ ഇങ്ങനെ ജ്യൂസ് അടിക്കുകയാണെങ്കിൽ അല്ലേ. അപ്പം ഞാൻ പോയിട്ട് വരാം. എനിക്ക് പറ്റുന്നതൊക്കെ ഇവിടെ തകർക്ക്. ചക്ക കുട്ടിമാനോട് വീഡിയോ എടുത്ത് ചക്കൊക്കെ വെട്ടിക്കെട്ടാം. വരിക്കച്ചക്കല്ലേ വരിക്കച്ചക്ക ആവും. ഓലൊന്നും പറഞ്ഞില്ല. എന്താ മണം ഉണ്ടാക്കുന്നത്? നല്ല മണം ഉണ്ടല്ലോ. ഉള്ളി വട്ടുക ആശ്വാസം ഉണ്ടാവുള്ളൂ. ആടെത്തണ്ട കൂടുതൽ ഐശ്വര്യ ആവശ്യമില്ല അല്ലേ. നമ്മൾ ശരിയാക്കണം ഇൻഷാല്ലാ. അപ്പോൾ ഇന്നത്തെ ഐറ്റംസ് നമ്മൾ മുമ്പ് പറഞ്ഞാണ്. അതിൻ്റെ പുറമെ
ചിക്കൻ കറി, ലേശം പത്തിരി. പത്തിരി ഇങ്ങനെ വാട്ടി ഞാൻ കുഴക്കാൻ പോകട്ടാ. ഞാൻ കുഴച്ചരാം. മാള് ചിക്കനോട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പത്തിരി ഇതാ വാട്ടി തന്നിട്ടുണ്ട് എനിക്ക്. അപ്പൊ നിങ്ങൾക്കൊന്ന് കുഴച്ചൂടിന്ന് പറഞ്ഞിട്ട് ഞാൻ കുഴക്കാൻ പോകണേ. കാക്കച്ച് അങ്ങനെ നല്ല നിലവിളിയുള്ള സിനോ പത്തിരിക്ക് കുഴക്കാൻ പോകണ്ട. പത്തിരിക്ക് കുഴക്കാൻ പോകണ്ട. അനക്ക് വേണം അനിയത്തിന്റെ മോളാണ് കേട്ടാ. അനിയത്തിന്റെ മോളല്ലേ? അല്ലേ? കുഞ്ഞന്റെ മോളാണ്. നല്ല കുട്ടിയാണ് കേട്ടാ. സുന്ദരിയാണ്. ടീച്ചർ പറഞ്ഞീനാ? അല്ല, ടീച്ചർ സുന്ദരിയാണെന്ന് പറഞ്ഞില്ല. അതല്ലോ. അപ്പൊ ചെറിയ ചൂടൊക്കെ ഉണ്ടിട്ടത് നമുക്ക് കുഴക്കാത്തോട് കുഴക്കുമ്പോ ചെറിയ ഒരു ഇതൊക്കെ തോന്നും. പക്ഷെ നല്ല ചൂട്. എത്ര നേരം ചൂടാറിയില്ല. കുഴപ്പമില്ല, അത് സുഖമുള്ള ചൂടാ. ചൂടുണ്ടേ, ചൂട്. എന്നാലും ഞാൻ ഇവിടെ ഞാൻ കുഴച്ചു കൊടുക്കും. കാരണം ആരെ കണ്ടിട്ടാ ചൂടിന്റെ മാറിക്കണേ അല്ലേ? ആ, ഇപ്പുറത്തെ ഒരാളെ കണ്ടിട്ടാണെങ്കിൽ തിരക്കില്ല. ആരെ കണ്ടിട്ടാണെങ്കിൽ ഇത് പണ്ടാരോ പറഞ്ഞ മാതിരി. ശരിക്കും ഈ പണ്ടാരോ പറഞ്ഞെന്ന് പറഞ്ഞിട്ടല്ലോ. ഈ പണ്ടാരെന്ന് പറഞ്ഞത് എന്താ സംഭവം? എന്താണ് പണ്ട് പറഞ്ഞത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ പണ്ടാരാ പറഞ്ഞെന്നുള്ളത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് കമന്റ് ചെയ്യോട്ടെ. എന്തേ അത് അറിയുന്ന ആളുകളുണ്ടാവും. എന്താണ് പണ്ട് പറഞ്ഞെന്നുള്ളത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും പ്ലീസ്. കാരണം കുറെ കാലമായിട്ട് അമ്മമാരെയൊന്നും വല്യന്മാരെയൊന്നും ഒക്കെ കേൾക്കുന്ന സംഭവമാണ്. ഇത് പണ്ടാരോ പറഞ്ഞ മാതിരിയാണ്. അപ്പൊ അതൊന്നും അറിഞ്ഞാൽ തിരക്കില്ല അല്ലേ? അപ്പൊ ഞാനാണെങ്കിൽ 2 ദിവസം ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്. അത് പൊരിച്ചണം. പിന്നെ ചിക്കൻ തന്നെ കറി. പിന്നെ കുറച്ച് ലൈറ്റ് ആയിട്ട് നമ്മളെ സ്ഥിരമുള്ള മയിൽ ചെറിയ ഫ്രൂട്ട്സ് കാര്യങ്ങള്. പിന്നെ ഇവിടെ എന്തൊക്കെ ഉണ്ടാക്കുന്ന പറഞ്ഞ് കേട്ടിയത് ഉറപ്പില്ല. തരിക്കഞ്ഞി ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട്. പൊരിക്കടി വേണ്ട. തരിക്കഞ്ഞി പറഞ്ഞാ മതി. അപ്പൊ കോയന്റെ സ്പീഡ് കൂടിയില്ല. തരിക്കഞ്ഞി തന്നെ മൈ ഫേവറേറ്റ് ആണ്. ആ, അത് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കിട്ടിയില്ല, ഇപ്രാവശ്യം കിട്ടിയില്ല. വളരെ മോശം കിട്ടിയത്. ഒരു പ്രാവശ്യം ആ കിട്ടിയത്. ഞാൻ ഇത് ചെറുപ്പകാലത്തൊക്കെ കോട്ടക്ക ബസ് സ്റ്റാൻഡിൽ അതുപോലെ തിരൂർ ബസ് സ്റ്റാൻഡിലൊക്കെ പോയിട്ട് ഈ പ്രാവശ്യത്തെ നോമ്പ് ഭയങ്കര ക്ഷീണം പിടിച്ച നോമ്പാണ്. വൈകുന്നേരം ആകുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയാ എനർജി മുഴുവൻ കഴിയും. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അത് മതി അങ്ങനെ ആക്കും. പക്ഷെ അതിന്റെ ക്ഷീണം നമുക്കാണ് പിടിക്കണത്. എന്താണ് നല്ല തടി ചേരല്ലോ. ഇൻഷാ അല്ലാഹ് അടുത്ത നോമ്പ് കാലം നാളെ പെരും തടിയായി വന്നിട്ട് നോമ്പായി തിന്ന് എവിടെ ഷർട്ട് വരെ എത്ര ലൂസ് നോക്കി. അപ്പൊ അടുത്ത നോമ്പ് കാലം നമുക്ക് മഴക്കാലാവട്ടല്ല, എന്നാലും തരിത്തൊക്കെ എല്ലാം ഉണ്ടാക്കുള്ളൂ. എനിക്ക് ക്ഷീണം. അപ്പൊ അപ്പൊ അന്നെ കുറിച്ച് എന്താ പറഞ്ഞ ടീച്ചർ സുന്ദരിയാണ് പറഞ്ഞില്ലേ? അത് കട്ടെടുത്തിട്ടാ. അപ്പൊ ഒരു പരുവത്തിൽ കുഴച്ച് റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഓക്ക് വെള്ളം കൂടുതൽ കുറയുന്നതൊക്കെ അറിയില്ലട്ടാ. ഏടി പത്തിരി എനിക്ക് വെക്കാറിയോ? ടീച്ചർ എന്താ പറഞ്ഞേ? ഉഷാറായിക്കണല്ലേ? ഇന്ന് പരീക്ഷ ഇത് ഉഷാറാണ് അല്ലേ? അപ്പൊ നല്ല മാർക്ക് ഉണ്ടാവില്ലേ? ഇനി എത്രയ്ക്കാ? 2-ലെത്തിയാ? ഇതിന്റെ അനിയന്റെ മോളാണ് കേട്ടാ. കുറവുള്ള മൈക്ക് അഭിനയിക്കണോള്. കൂടുതല്. അപ്പൊ ഞാനിതാ ചിക്കൻ പൊരിച്ചാലും വേണ്ടിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിക്കണേ. ചിക്കൻ കറി അടുപ്പത്തുണ്ട്. അപ്പൊ ചക്ക കൂട്ടാണ്ട് പറഞ്ഞു. ചക്കതാ മുറിക്കാറുണ്ട്. ചക്ക കൂട്ടാനൊന്ന് ഉണ്ടാക്കി തരുമോ മോനോ? ഈ വെളിച്ചെണ്ണത്തല്ല വേറല്ല. ഇത് ലാസ്റ്റാ? കഴിയാതിരിക്കും. പിന്നെ ദിവസം തന്നെയല്ലേ പണി. അത് ശരിയല്ലേ? ചോദിക്കരുത്. അപ്പൊ ഇന്ന് വെളിച്ചെണ്ണ എന്തെങ്കിലും വെളിച്ചെണ്ണ എന്ത് വില കൂടിയല്ലേ? വെളിച്ചെണ്ണ പ്രത്യേകിച്ച് നോമ്പ് സമയത്തൊക്കെ നമ്മൾ വെളിച്ചെണ്ണ തേച്ചാ തയ്യ.
ഫുൾ എടുത്തേക്കണം ആ പൊടി ഏത് ആ പൊടി ഫുൾ എടുത്തേക്കണം ആ അയാൾ എന്താ എന്താ പാട്ടിന്റെ ഫീൽഡ് അപ്പൊ ഇന്ന് ഞങ്ങള് അതായത് എന്നത്തിനെക്കാട്ടി സ്പീഡിൽ നോമ്പറക്കി 10-15 മിനിറ്റ് പണിയും കഴിച്ചിട്ട് അവിടെ ടേബിളിൽ പോയിരിക്കണം എന്നുള്ള തീരുമാനത്തിലാണ് കേസ് 2-3 ദിവസമായിട്ട് ഞങ്ങളങ്ങനെ വേണ്ടാച്ചിട്ടാണ് സ്ലോ ആക്കിയാണ് ഇങ്ങനെ അവിടെ കിടന്ന് ഒക്കെ ചെയ്യണതാണ്. അപ്പൊ ഇന്ന് ഏതായാലും ഒരൊറ്റ വാശിയാണ്, അതിന് മുമ്പ് തീർക്കുന്നുള്ള വാശിയാണ് അല്ലേ? ഇനി എന്തായാലും ചായ വിളിക്കണം. ഞാൻ വിളിച്ചോളാം. ഇത് ചെയ്തോ എവിടെ അപ്പോൾ ചിക്കൻ ഫ്രൈ ഇത് അവിടെ ചെയ്തുകൊണ്ടിരിക്കണ്ട. കൂടുതലൊന്നും ഇതിൻ്റെ ലേശമുള്ളൂ. അപ്പോൾ കുട്ടികൾക്കും തന്നെ അതുപോലെ ഉമ്മാക്കും തന്നെ വളരെ സ്പെഷ്യൽ ഇഷ്ടമാണ്. ചിക്കൻ ഫ്രൈ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കുറച്ച് ചിക്കൻ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു. ഇതിനൊക്കെ ഇങ്ങനെ ബോൾസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉണ്ട വെക്കുക എന്നല്ലേ പറയാം. ഉണ്ട പിടിച്ചിട്ടുണ്ട്. ഇനി പരത്താനുള്ള തയ്യാറെടുപ്പാണ്. ഞാൻ പരത്താൻ നീ പരത്തണോ? ആയിക്കോട്ടെ, ഞാൻ പരത്തിക്കോളെ. കുഴപ്പമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ശരിയായിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് കേട്ടാ. തേങ്ങ എന്തിക്കാ? തരിക്കഞ്ഞിൻ്റെ വെരി ഗുഡ്. അപ്പോൾ ഓക്കെ, ഞാൻ പരത്തി നോക്കട്ടെ എന്താ പാട്. നിങ്ങൾ പറഞ്ഞുതരാം. കൊള്ളാം കൊള്ളാം. ഇത് ഓക്കെ ഇതാ. അപ്പൊ ഇത് ഇവിടെ എന്താ ചെയ്യാ? ഒരു പറ്റ നല്ല റൗണ്ടായല്ലോ. ആ അങ്ങനെയുണ്ട്. ആ അത് ഇപ്പൊ ഉണ്ടാക്കി നോക്കാം ചേട്ടാ. നോക്കി അപ്പൊ ഞാൻ പറഞ്ഞോ അതേപോലെ ആവും. ഒരു അവസരം കൂടി പൊടി. ഒരു കൊലയാളിക്ക് പോലും അവസാനമായിട്ട് ആ പിന്നെ തൂക്കം മരത്ത് കയറി അവസാനമായിട്ട് എന്താ ആഗ്രഹം. അപ്പൊ എനിക്കൊരു അവസരം കൂടി തരുന്നു ജീവിതത്തിൽ. അപ്പൊ ഒരു അവസരം കൂടി അങ്ങനെ വിട്ടാൽ പറ്റില്ല. ഞമ്മക്കും പറ്റുമോ നോക്കണല്ലോ. അത് ശരി. ഇത് പണ്ടാരോ പറഞ്ഞ മതി. കുഴപ്പമില്ലല്ലേ? പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഇല്ലല്ലോ. പൊടി കുറച്ച് വെള്ളം കുടിക്കണം. എനിക്ക് അപ്പോഴേ തോന്നി സക്സസ്. അപ്പോ നിങ്ങളെ വീടുകളിലൊക്കെ ഇത്രയും ഇതായിട്ട് നിങ്ങളെ വീട്ടിൽ വൈഫിന്റെ കൂടെ നിന്ന് ഇതേപോലെ ഹെൽപ്പ് ചെയ്യണ ആരൊക്കെ ഉണ്ട്? നിങ്ങളൊന്ന് കമന്റ് ചെയ്യോണ്ടി. സത്യത്തിൽ എന്തായോ ഇതുപോലത്തെ എസ്പികൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യോണ്ടിട്ടാ. സത്യം പറഞ്ഞിട്ടേ എനിക്ക് പണിയില്ല, 1 മാസമായിട്ട്. അപ്പൊ വെറുതെ നിൽക്കണ്ട, ഇവിടെ സഹായിച്ചിട്ട് ഞാൻ നിൽക്കണം. പാവല്ലേ. മറ്റേ നോമ്പിനൊന്നും ഒരു ഒഴിവുണ്ടാവില്ല. സ്ഥിരം പണിയൊക്കെ ഇപ്പൊ പണിയില്ല. 1-2-3 ഒരു സാരല്ല. നമ്മൾ പിന്നെ അവിടെ പോയി ഇങ്ങനെ ഇരിക്കണേ. അതെ, ഒക്കെ ശരിയാവും. ഇതാ വെരി വെരി നൈസ്. ഷെഡ് പോയിട്ടൊക്കെ നിർത്തിക്കണേ. അതേ അവിടെ പോയി കിടന്നുറങ്ങില്ലേന്ന്. ഒന്നുമില്ല, വളരെ ഡീസന്റാണ്. വളരെ ചക്ക മുറിച്ചിട്ടാ. ഞാൻ മുറിക്കണ്ടല്ലോ, കാലാഴ്ച മുറിക്കണ നല്ല. ഇന്നലെ കറക്റ്റ് മുറിഞ്ഞോളൂ. ഞാൻ മുറിക്കുമ്പോഴേ എങ്ങനെയാലും പരിക്കച്ചക്കയുടെ ചോളക്കണക്കിൽ എന്താണ് അങ്ങനല്ല പരിക്കച്ചക്കയുടെ കല്യാണി. അതൊക്കെ എത്തിയിട്ടുണ്ടല്ലോ.
ഇതുവരെ എവിടെയായിരുന്നു? ചിരിക്കുട്ടി ഇതാണ് കുഞ്ഞാക്കുട്ടി. സുന്ദരിക്കുട്ടി. ഇത് മോളൂട്ടി. ഇത് മോളുട്ടി. ഇത് വേറൊരു മോൾട്ടി. സുന്ദരിമാരുടെ കൂട്ടായ്മയാണ് എന്നിട്ടാ. അപ്പോ ഇന്നത്തെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. ചേട്ടാ ഇത് ചുരുക്കിയ ചക്ക റെഡിയായിട്ടുണ്ടാ. ഇവിടുത്തെ പൊടി കാര്യങ്ങളൊക്കെ ഇങ്ങനെ തീരുമ്പോൾ ഏകദേശം ചക്ക റെഡിയാവും. അപ്പോൾ നമ്മുടെ ഈ ചക്ക മുറിയെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പുറകേക്ക് പോകുന്നുണ്ടാവും. നമ്മുടെ പഴയ കാലങ്ങളിലൊക്കെ നോമ്പ് സമയമായിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ ഈ ചക്കയായിരുന്നു. ഇന്നിപ്പോൾ ഇത് ആർക്കും അറിയില്ല. ഒരു ലക്ഷം മതി. അത് മതിയാവും. ഒരു ലക്ഷം പൂപ്പിക്കാൻ വെക്കാം. തിന്നൂല. ഒരു ലക്ഷം ഉണ്ടാവൂല. അപ്പോൾ ഏതായാലും ചക്കയ്ക്ക് പെട്ടെന്ന് സ്പീഡിൽ തന്നെ കൂട്ടാണ്ടാക്കാൻ പോകുന്നേ. ഓക്കെ, നല്ല അടിപൊളി ചക്ക, നല്ല വെട്ടി ചക്കയാണ്. ചക്ക വന്ന സ്ഥലം അത്രയും എന്താണ് നിറാഞ്ചുള്ളിയിൽ. അതെ, നല്ല മൂത്തിട്ടുണ്ട്. അപ്പോൾ ഗേസ് വളരെ ദീർഘനാളത്തെ ആഗ്രഹത്തിന് ശേഷം ആ സ്വപ്നം പോവണിയുന്നു. ഒരു പ്രാവശ്യം പോവണെങ്കിൽ പക്ഷെ അന്ന് ഉണ്ടാക്കണ എടുക്കാൻ പറ്റിയില്ല. ഇതുകൊണ്ട് നിങ്ങൾ വെളിച്ചെണ്ണ വെച്ചിട്ട് ചെറിയുള്ളി അയക്കരുത്. പലരും പല രീതിയിൽ ഉണ്ടാക്കണുണ്ടോ. എന്നാലും നമ്മള് ഉണ്ടാക്കണമെന്ന് എടുത്തതാണ്. അതെ, അതങ്ങനെയാണല്ലോ വേണ്ടത്. അപ്പൊ ഇതൊന്ന് മൂത്ത് വന്നതിന്റെ ശേഷം എന്താ കഴിക്കഞ്ഞില്ല മണം. ചീരുള്ളി ഇങ്ങോട്ട് വാട്ടിയപ്പോ തന്നെ വന്നിട്ടാ. നേരെ തേങ്ങാപ്പാലല്ലേ? തേങ്ങാപ്പാലിന്റെ രണ്ടാം പാല്. ഇപ്പൻ്റെ ഒന്നോടെ വെച്ചിട്ട് അപ്പൊ രണ്ടാം പാലിനെ അരിച്ച് നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടാം. സൈഡിലൊക്കെ ചെറിയൊരു കരി വന്നാലും നല്ല അടിപൊളി. ചായക്ക് പൊടി ഇടണേ. അവിടെ ചക്ക അവിടെ കുക്കറിൽ കയറ്റിയിട്ടുണ്ട്. ചക്ക ഏകദേശം ഒരു 10 മിനിറ്റ് ഉണ്ടാവും അല്ലേ? അതെ. അപ്പൊ കട്ടൻ ചായ റെഡി. ബാക്കി ഐറ്റംസുകളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് മാങ്ങ ജ്യൂസാണ്, പിന്നെ കഞ്ഞി. ഈ ഐറ്റംസൊക്കെ ഇന്നത്തെ ഐറ്റംസൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാം. അപ്പം ഇന്നത്തെ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ എന്നത്തെ പോലെ തന്നെ ബത്തക്ക, പൈനാപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇവരെല്ലാവർക്കും ഇഷ്ടമാണ്. അതുപോലെ പ്രത്യേകിച്ച് ഉമ്മാക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പത്തിരി, പിന്നെ തരിക്കഞ്ഞി, പിന്നെ അത് മാങ്ങാ ജ്യൂസ് ആട്ടാ. പിന്നെ മാള് ചക്കൻ്റെ ഇങ്ങനെ വറവിടാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചക്കയും കൂടി കൊടുന്നാൽ പരിപാടി കഴിഞ്ഞു. മോളൂസ കഴിഞ്ഞ. അപ്പോൾ ഇന്നത്തെ ഇമ്മ അവിടെ എത്തിയില്ല കേട്ടോ. ഇമ്മ തളർന്ന് ഉറങ്ങുകയാണോ എന്തോ അറിയില്ല. എടാ ഇമ്മ നീച്ചിക്കണ മോളൂസ? ഇമ്മ നീച്ചിക്കണ? അല്ല നീച്ചിക്കണ ആള്? നീച്ചിക്കണ? അപ്പൊ ഇതിന് ഉമ്മാക്ക് കുറച്ച് ചായ മാറ്റി വെച്ചിട്ടുണ്ട് മധുരത്ത്. ഉറപ്പില്ല, ആളങ്ങനെ ചായ കുടിക്കില്ല. അപ്പോൾ ചായ അതാ മധുരട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ബാങ്ക് കൊടുക്കാൻ അധികം സമയമില്ല കേട്ടോ, വളരെ മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിന്ന് കുറച്ചിങ്ങനെ മാറ്റിയിട്ട് കുട്ടികൾക്ക് ഇവിടെ കൂടാറാൻ പറ്റാമെന്ന് ഉദ്ദേശിക്കണേ അല്ലേ? ചക്കക്കൂട്ട കാണിച്ചു കൊടുത്താൽ റെഡി അല്ലേ? ടേബിള് ശരിക്കും മൊത്തത്തിൽ നമ്മൾ ഈ നോമ്പ് വന്നാൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ തീന്മേശ ഫുള്ളായിട്ടുള്ളത് അല്ലേ? അപ്പൊ ഉമ്മാനെ പറപ്പിക്കുന്നവർക്ക് അത് വളരെ മാഷാള്ള നല്ല വിപുലമായിട്ട് ആയിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഇല്ല മാളോ? ആ കൊലയമേല ഏറ്റിട്ടാ മാളോ? എന്നാ എവിടെ ഇരുന്നോ? അമ്മ സാധാരണ ചെറിയ അപ്പൊ ചെറിയ പോയ ആക്കിയതാണ്. ആരുടെ എടുത്താൽ മതി. അവിടെ എടുത്തോ. അപ്പൊ കുറെ ആയി ഞങ്ങൾ ഒന്നിച്ചൊക്കെ നോമ്പ് പറഞ്ഞിട്ട്. അപ്പൊ ഇതിൻ്റെ ഇടയിൽ മാളിൻ്റെ വീട്ടിൽ പോയപ്പോൾ അന്ന് ഞാൻ എൻ്റെയൊക്കെ ഒരുമിച്ച് നോമ്പ് പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ ശേഷം ഇപ്പോൾ മാഷാ അല്ലാഹ് ഇന്നാണ് അൽഹംദുലില്ലാ. അപ്പോൾ നല്ല രീതിയിലെല്ലാം പെട്ടെന്ന് നമ്മൾ വിചാരിച്ച മാതിരി തന്നെ മോളൂസ് റെഡിയാക്കി എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. മോളൂസ് എന്താ അവിടെ എന്തൊക്കെ ഐറ്റംസ്? ഞാൻ ഇവിടെ ഉണ്ട്.
എന്ത് കഴിച്ചാൽ ആ ജ്യൂസ് കിട്ടാം. ഇതാ ഇവിടെ ഇതാണ് അത് മുടിച്ചിട്ടില്ല. ആരോ മോട്ടി മുടിച്ചിട്ടില്ല. പൊന്നു ഉമ്മ കുടിച്ചോളി മങ്ങ് വേറെ എടുത്താണ് തണുപ്പുണ്ടാവില്ല. ഉമ്മാക്ക് നോമ്പറക്കാൻ നേരത്തെ ചെറുപ്പായ ഉണ്ടമ്മ നോമ്പറക്കാൻ നിന്നേ. അത് ഇന്നും നല്ല ചെറുപ്പം മുതലേ അമ്മ എനിക്കൊക്കെ ഓർമ്മ വെച്ചിരുന്ന കാലം മുതലേ അമ്മ ചെറിയ പഴം കൊണ്ടാണ് നോമ്പ് തുറക്കാം. പിന്നെ ഉമ്മ ഇതൊന്നും പഴയ ആടത്തില്ല സാധനങ്ങൾ. ഉമ്മാക്ക് ഭയങ്കര ക്ഷീണുണ്ട്, സാറില്ല. പത്തിരിയല്ല ഇതോ ചക്കക്കൂട്ടം വേണോ? 4 ചക്കക്കൂട്ടം അനക്കെന്താ? പൈനാപ്പിൾ തൊളിമ്മ തറന്നൂല തറന്നൂല ഞങ്ങള് നിറമില്ല. അപ്പൊ ഇപ്പൊ എന്താ തിന്നാ? വേറെ നൂല 10 രൂപ തിന്നൂല. നല്ല സാമ്പിൾ ആയിക്കോളത് ചെറുകൂട്ടണം. അപ്പൊ അൽഹംദുലില്ലാ നല്ല രീതിയിൽ നോമ്പ് തുറന്നില്ല പോണിട്ട്. അപ്പൊ ചക്കക്കൂട്ടാൻ പിന്നെ ഉണ്ട് മാളൊക്കെ ചിക്കൻ കറി പുതിയ ഐറ്റംസ് ആട്ടെ എവിടെയും കാണാത്ത. അതല്ലേ ചക്കക്കൂട്ടാനും ചിക്കൻ ഫ്രൈ ആദ്യമായിട്ട് കാണാൻ. ഇമ്മക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല, അമ്മ സ്ഥിരം തിന്നണല്ല. ഞങ്ങളൊക്കെ നോമ്പ് കാലത്ത് കാലങ്ങളായിട്ട് ഇല്ലമ്മ നോമ്പിന്റെ ഒക്കെ നമ്മള് ഫുള്ള് ചക്കക്കൂട്ടൻ ഉണ്ടാക്കിന്നില്ല, ഇറച്ചിയും ചക്കക്കൂട്ടാനും കൂടി. ആ കാലൊക്കെ എവിടെ കിടക്കണ്? ബീഫും ചക്കില്ലമ്മ. ആ കാലൊക്കെ പോയി. അപ്പോ എനിക്ക് ചക്ക വേണ്ട. എന്താ ഇതൊന്നോ കറി വേണ്ട? കറി വേണ്ട. ഇതൊക്കെ കൂടെ എന്തിനു വാരിയിട്ടാണ് ചെയ്യുന്നത്? അതെപ്പോ തന്നെ തിന്നും. കുറച്ച് കേട്ടാണ്. ഈ കിടി തിരക്ക് നേരം എടുക്കാൻ കാലത്തന്നെ വിളിച്ചത് ചെമ്പോത്തുണ്ട്. ചെമ്പോത്ത് നിസ്കാരം തെറ്റാൻ നേരത്തിരുന്ന ഒരുപാടുണ്ട്. അപ്പൊ മാള് പറഞ്ഞു, നിങ്ങൾ കേട്ടില്ല, മാളുവിന്റെ വല്യന്മാരൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ള ആ ഒരു പിന്തുടർന്ന് കണ്ട് ഇവിടെ പറയട്ടാ. അപ്പൊ പഴയ ആൾക്കാരൊക്കെ നൗഷാദ് ബാപ്പയുടെ പ്രഭാഷണത്തിൽ കേട്ടിരിക്കണ കുറെ ആൾക്കാർ പറഞ്ഞിട്ട് നമ്മൾ 100 താവണ നേരത്ത് അസ്രാങ്കോണ്ട് അടുക്കൂല. അപ്പൊ ആ ചെമ്പോത്ത് ഇങ്ങനെ പൊക്കും തന്നെ പൊക്കും. നമുക്ക് അസർ താവണ നേരത്തും ഉണ്ടാവും. ഇപ്പൊ മൈരുവിന്റെ ശേഷം മൈരുവ് തെറ്റാൻ നേരത്ത് ആ നേരം വരും. സുബൈന്റെ നേരത്തും ഒച്ച ഉണ്ടാക്കലുണ്ട്. ശരിയാണ്. അയാൾ ബാങ്ക് കൊടുക്കാൻ നേരത്തെ കുറുക്കൻ്റെ ബാങ്ക് കൊടുക്കാൻ നേരത്തില്ല. ഈ ചെമ്പോത്ത് എന്നാല് നമ്മളെ നിസ്കാരം തെറ്റണ, നിസ്കാരത്തിന്റെ ടൈം തെറ്റുണ്ട് എന്നുള്ള ഈ കുറുക്കന്മാർക്ക് കറക്റ്റ് അറിയണ്ട് ബാങ്കാണാ കൊടുക്കണെന്നുള്ളത്. അതേമാതിരി ഈ ചെമ്പോത്തിനൊക്കെ അതിലെന്തോ ഒരു കഥ ഉണ്ട്. അപ്പൊ ഇപ്രാവശ്യം 2 അളിയന്മാരുണ്ട്. 2 ആളെയും ബേക്കണമാരെയൊക്കെ വിളിച്ച്. പക്ഷെ അവര് ഇപ്പൊ പറ്റൂല. ഒരാളിപ്പോ വിദേശത്ത് നിന്ന് വന്നാണ്, ചെറിയ അളിയന്. അപ്പൊ മൂപ്പരും കുറഞ്ഞ ദിവസമുള്ളൂ, അപ്പൊ പറ്റൂല എന്ന് പറഞ്ഞു. പിന്നെ 2ാമത്തെ അളിയന് കാലടിയിലാണ്. അദ്ദേഹത്തെ വിളിച്ചപ്പോഴും അദ്ദേഹം പറ്റൂല, അതെ പോവാനൊക്കെ രാത്രി ബുദ്ധിമുട്ടാണ്, പഴയ പോലെ ഒന്ന് ബൈക്ക് ഓടിച്ച് പോകാൻ പറ്റൂല അങ്ങനെയൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ്. ഓക്കെ, അപ്പോൾ ഏതായാലും നമ്മളെ നോമ്പ് എത്രയാണ് ഇപ്പം ലാസ്റ്റ് ആകുമ്പോൾ എണ്ണം കറക്റ്റ് കിട്ടൂല. പൊന്നോ എത്രയാണ് നോമ്പ് ഇന്ന്? എത്രയായി മോൾട്ടിയ?
മോനെ അറിയോ 24. അപ്പൊ ഞാൻ ഇവരൊന്ന് പരീക്ഷിച്ച് നോക്കിയാണ് ഇവർക്ക് അറിയാൻ നോക്കാൻ കേട്ടാ സത്യത്തില്. അപ്പൊ മാളുവിനടക്കം അറിയാം. ഉമ്മ ജ്യൂസ് കുറച്ച് വെച്ചിട്ടാ മരില്ല ആയിരിക്കണേ. ഇന്ന് തരിക്കഞ്ഞാണോ പാറല്ലാത്ത? അല്ല തരിക്കഞ്ഞിരിക്കട്ടെ. തരിക്കഞ്ഞാന പാലല്ല തേങ്ങാപ്പാല് വേണ്ട. ഉമ്മ തിന്നലില്ല. ഉമ്മ നമ്മളെ ഇവിടെ നിന്ന് ഇപ്പൊ ഉമ്മ കൊടുത്തപ്പോ തിന്ന അമ്മ നിസ്കരിച്ച് കഴിഞ്ഞ് കിടക്കാൻ നേരത്തെ തിന്നോളൂ. ചക്കക്കൂടാൻ രസമില്ല അമ്മ? ചക്കക്കൂടാൻ രസമില്ല. എവിടെ നിട്ടി അറിയോ? ബാവാക്കട ഞാൻ കുട്ടിമാരോട് പോയി ഇങ്ങോട്ട് പോലെ തോട്ടിട്ട് അർത്ഥാണ്. ഒരു കഷ്ണാട് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കൊണ്ടുപോയി കൊടുത്തിട്ടുള്ളൂ. പോപ്പിക്ക വരിക്കച്ചക്കല്ലേ? വരിക്കച്ചക്കാണ്. ആ അപ്പൊ അങ്ങനെയൊക്കെയാണ് മോളൂസിന്റെ ഒക്കെ വിവരം. മോനുവിന്റെ വിവരം ഒക്കെ അങ്ങനെയാണ്. ഇവന് ചക്കക്കൂട്ട എടുത്തിട്ടില്ല. പത്തിരി ചിക്കൻ ഫ്രൈമേ കിടന്നിട്ട് മല്ലി കെട്ടിയാണ് ആള്. അപ്പൊ ഞാൻ കുറച്ച് തരിക്കഞ്ഞി ഒഴിക്കാൻ പോകുന്നു. ഞാൻ മറന്നിട്ടില്ല. ഞാൻ എന്ത് മറന്നാലും തരിക്കഞ്ഞി ഞാൻ മറക്കില്ല. ചായ വെച്ച് കുടിച്ചാളി. മകരില്ല ചായ ഭയങ്കര കയ്പ്. ചായ മതിരില്ല. ഒരു മിനിറ്റ് തരിക്കഞ്ഞി ഒന്നുമില്ല അവരാക്കാൻ. എന്താണ് ചൂടറിയണം തിന്നതോടോ? അപ്പോ തരിക്കഞ്ഞി ഇതാ. आगे तरीके नहीं होंगे बोलो बोलो किसको किसको चाहिए हाँ पिस्कन पिस्कन चाहिए अल्लाह किसको किसको चाहिए मोड़ो सुने പിസ്കൻ പിസ്കൻ ചായ ഒന്ന് കുടിച്ചു നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. കുടിച്ചു നോക്കിയിട്ട് നാളെ മാണെന്ന് പറഞ്ഞില്ലെങ്കിൽ ഇങ്ങോട്ട് ഇന്നതാ സേമിക്കട്ടെ പായസാണ് പായസാണ്. അപ്പൊ നോക്കട്ടെ കുടിച്ചോട്ടെ മോളോ. പടച്ച തമ്പുരാനെ ഈ തരിക്കഞ്ഞിന്ന് ഞാൻ വീഡിയോയിൽ വീണ്ടും വീണ്ടും പറഞ്ഞ് നിങ്ങളെ ചടപ്പിക്കല. എൻ്റെ അമ്മ പണ്ടത്തെ കാലത്ത് ഞങ്ങൾക്ക് ഒരു ഗതി ഇല്ലാത്ത കാലത്ത് ഞങ്ങൾ പല വീട്ടിലും ഹെൽപ്പിങ്ങിനായിട്ടൊക്കെ പോയിരുന്ന കാലത്ത് നോമ്പ് തുറക്കുന്ന പാർട്ടിക്കൊക്കെ ഹെൽപ്പിങ്ങിന് പോയിരുന്ന കാലത്ത് കൊടുത്തിരുന്ന അതേ തരിക്കഞ്ഞി. ഒന്നും പറയാനില്ല, വാക്കുകളില്ല. അന്നത്തെ ഡിസൈൻ ചെയ്യാനുള്ള സാധനം ഇട്ടിട്ടില്ല. അണ്ടി മുന്തിരി ഒന്നും ഇട്ടിട്ടില്ല. സാധാ പോലെ ഉമ്മാക്ക് ഓർമ്മയില്ല അത് തരിക്കഞ്ഞൊക്കെ നമ്മള് ബാക്കിയുള്ള കൊടുത്തു ഓർമ്മയില്ല. അതെ ഇമ്മ ഞാൻ നിസ്കരിച്ചാൻ പോവാൻ നിൽക്കണ്. ആ കൂടെ വെച്ചാളി വെച്ചാളി എല്ലാം കൂടി കൊണ്ടുപോകുമ്മ. പോയിട്ട് ഇമ്മ ആണ്ടിടാൻ പോകണം. ഉമ്മക്ക് ക്ഷീണുണ്ട്. ഇന്നത്തെ എന്താണ് നോമ്പിന്റെ ക്ഷീണാണ്. സ്റ്റെപ്പ് ഇറങ്ങുമ്പോ നോക്കണട്ടാ. ഇറങ്ങിയിട്ടില്ല. എന്താ പറയാം ടേസ്റ്റ് പേരും ടേസ്റ്റ് ഈ വേറെ സാധനം തിന്നാൻ കഴിയും. ഞാൻ 4ാമത്തെ ക്ലാസ്സാ. ഇതാ മതിയാക്കിയല്ല. ഇവിടെ ഒരാളുണ്ട് ആളെ കാണാൻ ഇവിടെ താഴത്തേക്ക്. അപ്പൊ ഞാൻ പൊയ്ക്കണ വിചാരിച്ചതാ. ഇതാ നോണക്കൊയ് കുട്ടിയാണ്. ഇതാ ഇവിടെ നീച്ചാണ് ഞാനേ ചക്കക്കൂട്ടാനും 5 പത്തിരി ചക്കക്കൂട്ടാനും ചിക്കൻ ഫ്രൈയും കൂടി എങ്ങനെ ഉണ്ട് നോക്കട്ടെ. പോരാ ചക്കക്കൂട്ടാൻ ചിക്കൻ ഞാൻ ശരിക്കും ഫുള്ള് ഇപ്പൊ കഴിക്കൂലട്ടാ. ചിക്കൻ ഫ്രൈ ചേരൂല ചക്കക്കൂട്ടാൻ. എന്റെ മോളൂസ് ഇവിടെ ചക്കക്കൂട്ടാൻ ബീഫ് 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 കഴിച്ചിട്ടുള്ളൂ. നോക്കട്ടെ 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 നോക്കട്ടെ. അപ്പൊ ഏതായാലും ഇത് മോളൂസ് ക്ലാസ്സാണ്. ചിക്കൻ കറി കുഴപ്പമില്ല. ചിക്കൻ ഫ്രൈ ആയിട്ട് ചേരൂല. എങ്ങനെ ചക്കക്കൂട്ടാൻ
രസമുണ്ട് രസമുണ്ട്. അടിപൊളിയാണല്ലോ. കറിക്ക് രസമുണ്ട്. അത് സംഭവം എന്താ വെച്ചാൽ ഈ ഫ്രൈ ചിക്കൻ അല്ല ബീഫൊക്കെയാണ് നമ്മൾ പണ്ടത്തെ കാലം മുതലായിട്ട് കഴിച്ചിട്ടുള്ളത്. ഇവിടെ ഒരാളുടെ ചക്കക്കൂട്ടാൻ ചക്കക്കൂട്ടൻ പണ്ടത്തെ കാലം മുതൽ ബീഫൊക്കെയാണ് നമ്മൾ തിന്നിട്ടുള്ളത്. ചിക്കനൊക്കെ നമ്മൾ തിന്നിട്ടില്ല. അതുകൊണ്ട് പക്ഷെ ഇത് ഈ കറി ഏകദേശം ഒരു അതിന്റെ രൂപം ഉള്ളതുകൊണ്ട് നല്ല രസമുണ്ട്. ചക്കയും ബീഫും പോട്ടിയും ബീഫും ചക്കില് കൊടുന്നിരുവോ? ചക്ക പെട്ടിയടിച്ച് കൊടുന്നിരും നാളെ പെട്ടിയടിച്ച് കൊടുന്നിരുവോ? ചക്ക കൂട്ടാൻ ബോട്ടിയും ചക്കയും ഇങ്ങനെ ആക്കണ്ട കാര്യം പറയണേ. പിന്നെന്തോ കളിയാക്കി. എന്താണ് കുട്ടിമേനെ? പ്ലീസ് നോ അതിനൊരു പ്ലീസ് ഒന്നും ചെയ്യാം. ചക്ക കൂട്ടാനോ ബീഫ് ഇടക്കിടക്ക് കൊടുന്നേ. ഞാൻ ഇറച്ചിക്കാരൻ്റെ മോളാണ്. ഇല്ല ഞങ്ങൾ തന്നെ അങ്ങനെ വളർത്തിണ്ടാക്കിയതാണ് ബീഫൊക്കെ കൊടുക്കാണ്ട്. അപ്പോൾ മാസത്തിൽ 2 വട്ടമെങ്കിലും ബീഫ് കൊടുന്നു തന്നെ. ഞാൻ തോനൊന്നും പറിച്ചില്ല. മാസത്തിൽ 2 വട്ടം പറഞ്ഞിട്ടുള്ളൂ. തീർച്ചയായിട്ടും തിന്നില്ലെങ്കിൽ ഒരു പൊറുതിയേടാണ്. തിരക്കൂടിയാള് നിൽക്കുന്നത്. തിരക്കൂടിയാള് അവിടെ മാറ്റി ചിലപ്പോ തിന്നൂടിട്ടാ. ഞാൻ നിസ്കരിച്ചിട്ട് കഴിക്കാം അല്ലേ? ഇനി ഓർക്കത് നിസ്കരിച്ച് കഴിക്കണേ. അപ്പൊ കഴിക്കണ എന്താ ഇപ്പൊ തൽക്കാലം പൈപ്പ് ഞാൻ എപ്പ തുടങ്ങിയ ഞാൻ വെത്തക്കുന്നില്ലേ എന്നാ. അത് ശരി നല്ല മോളൂസാണല്ലോ. ആ ഈ മോളൂസിന്റെ അനി മോളൂസിന്റെ കരിക്ക് ഞങ്ങൾക്ക് നോമ്പ് തുറണ്ട് അല്ലേ? എന്താണ് എന്താണ് എന്നാ ഞങ്ങളെ നോമ്പറപ്പിച്ചത്? എന്താണ് പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാലും കുഴപ്പമില്ല. എന്താ ഉണ്ടാക്ക? ഞങ്ങൾക്ക് മന്തി ഉണ്ടാക്കി തരുമോ? ആർക്ക്? തന്നെ ഞാൻ മന്തി ഉണ്ടാക്കി ഈ നോമ്പിനോ? എങ്ങനെ അതൊന്ന് പറഞ്ഞടിക്ക. 4 പേർക്ക് കേക്കല്ലേ അവലെ എന്താണ് ഈ തുമ്മല്? ഞാൻ പറിച്ചിട്ടുണ്ട്. എന്താ ഭാവ അത് ഞാൻ കേട്ട്. പാത്തുമ്മ അവിടെ ഇരുന്ന് തിന്നേ. കറി വെച്ചിട്ടില്ല, ചിക്കൻ മാത്രം കൂട്ടിട്ട് ഇത് തിന്ന. അവിടെ ചെന്നിട്ട് നല്ലപോലെ തിന്നോണ്ടിട്ടാ. അവിടെ എന്താ കറി? ചിക്കൻ കറി വെച്ചിട്ടാ. ചക്കക്കൂട്ടം തിന്ന് കഴിഞ്ഞ് പത്തിരി ഇറച്ചും കൂടി തിന്ന് നോക്കണം. അപ്പൊ ഇമ്മ നോമ്പ് തുറന്ന് പോയി. ഇമ്മ പാവാട്ട. അമ്മ നോമ്പ് നോറ്റ് ആകെ ക്ഷീണിച്ചേക്കണ്. എന്തെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. പിന്നെ കുട്ടികളെ ചീത്തറിഞ്ഞ് കാണോ ഭയങ്കര ഇതാണ്. ഒന്നിനുമില്ല. ആള് ഫുൾ സൈലന്റ് ആയിക്കണ്. ഫുള്ള് കിടക്കുന്ന കണ്ടൊന്നും വന്നിട്ടില്ല. ആകെ ക്ഷീണിതാണ്. പിന്നെ ബാവ നോമ്പറക്കാൻ വിളിച്ചപ്പോ വെച്ചിട്ട് വന്നതാവും. ആള് നോമ്പ് എന്തെങ്കിലും സംഭവം നോമ്പ് ഒഴിവാക്കൂല. നോമ്പ് എത്ര എങ്ങനെ ഉണ്ടെങ്കിലും നോമ്പൊന്നും ഒഴിവാക്കൂല. ഡോക്ടർ നോമ്പ് ഓൽക്കണ്ടെന്ന് പറഞ്ഞാണ്. നോമ്പ് ഓൽക്കരുത് പറഞ്ഞാണ്. പക്ഷെ ഉമ്മ പറഞ്ഞാൽ കേൾക്കൂല. രക്ഷയില്ല. അപ്പൊ ഉമ്മ അങ്ങനെ പോയപ്പോ അസ്വസ്ഥത അല്ലേ? പാവം തോന്നുക. ഒരു ഉസാറില്ല. അപ്പൊ ഉമ്മ നിസ്കരിക്കാൻ വേണ്ടി പോയിക്കണം. ഇനിയിപ്പോ നോമ്പ് ഇങ്ങനെ നേരത്തെ ഒന്നും ആളൊന്നും തിന്നൂല. എടുക്കാൻ നേരത്തെ കുറച്ച് കഞ്ഞിയും ആ ചക്കക്കൂട്ടാനും കൂടി തിന്നലിട്ടാ. പിന്നെ ഉമ്മക്ക് ഇഷ്ടപ്പെട്ട പോലെ അയക്കണതറിയില്ല. പിന്നെ ഇവിടെ ഉമ്മ ഉണ്ടല്ലോ നല്ലോ നോക്കും. നമ്മളെ മോൾട്ടിന്റെ അമ്മ എൻ്റെ ഇളച്ചി ഉമ്മാനെ എങ്ങനെ വേണ്ടിച്ച് നോക്കൂട്ടോ. എന്നെ കൊണ്ട് കഴിയൂല അങ്ങനെ നോക്കാൻ. അത്രക്കും നല്ല അടിപൊളിയായി നോക്കും. ഉമ്മാക്ക് എന്താ ഇഷ്ടം എന്താ വെച്ചാൽ ഇവിടെ നിൽക്കണില്ല. ഇവിടെ നിൽക്കുമ്പോൾ ഉണ്ടായി. പക്ഷെ എന്നാലും ഓള് തന്നെ എല്ലാവരും മയക്കല്ല. ഓള് എല്ലാവരുടെയും ഒരു വ്യത്യസ്തയാണ് അല്ലേ? അത് പറയാതിരിക്കാൻ കഴിയും. പഴയ ആൾക്കാരല്ലേ ഇമ്മ എന്തൊക്കെ എന്ത് പറഞ്ഞാലും അതൊന്നും തിരിച്ചൊന്നും കാണിക്കാത്ത രീതിയിൽ സ്വന്തം പ്രസവിച്ച ഉമ്മാനെ തിന്നിട്ടില്ല. ബാക്കി ഞാൻ തിന്നാണ് ആള് തിന്നായിട്ട്
കുഞ്ഞിപ്പ മോൾട്ടിന് വിളിച്ചാൽ വന്നാട്ടോ അവിടെ ഇഷ്ടത്തുണ്ട് ഞാനോ അന്നല്ല കുഞ്ഞിപ്പ ആദ്യമാനത്തോളം എടുക്കാൻ നല്ല തിന്നില്ല ചക്കക്കൂട്ടാനും കൊടുത്തു ഇത് നടനായി പോവാ നമ്മളെ മോൾട്ടിന്റെ എപ്പട്ടാ മാമന്റെ അനിയനാണിത്. വീഡിയോയിൽ കാണാത്തവർക്കൊക്കെ അനിയനാണ്. ഉമ്മാനെ കണ്ടില്ലേ? ഇവളപ്പേണിത്. എന്താ തൊള്ള വെച്ചിട്ടേ? അപ്പൊ ഓന് പോവാൻ നിക്കപ്പെടാ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാക്കി മീനിന്റെ കച്ചവടമാണ് നമ്മളെ കുറുകത്താണി തന്നെ. അതുപോലെ തന്നെ മിറ്റത്തൊരു കൊട്ടവണ്ടി കാണലില്ല. പെരുന്നാൾ പ്രമാണിച്ച് നല്ല മിതമായ നിരക്കിൽ നല്ല ഒരുപാട് പിന്നെ വെറൈറ്റി ആയിട്ടുള്ള പടക്കങ്ങൾ നമ്മൾ കുറുകത്താണിങ്ങാടി കിട്ടും. ശരിയാ, കുറുകത്താണി ഭാഗത്തുള്ളവരൊക്കെ വന്ന് വാങ്ങിക്കൊണ്ട് അടിപൊളി പടക്കങ്ങൾ കിട്ടും. എന്നോട് പിടിയില്ല കുറുകത്താണി താഴെങ്ങാടിയും മേലെ മദീന സൂപ്പർമാർക്കറ്റിന് മുമ്പിലുണ്ടാവും. പടക്കം വളരെ മിതമായ നിരക്കിൽ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. വേറെ ദൂരം പോകേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ അങ്ങനെ അപ്പൊ നോമ്പിന് മീൻ കച്ചവടം വളരെ കുറവല്ലേ? ആരും മീൻ നമ്മളൊന്നും മീൻ വാങ്ങിയിട്ടേ കുഞ്ഞിപ്പാ ചെമ്മീൻ തന്ന കുട്ടിയാണ്. അപ്പൊ പറഞ്ഞു തന്നത് കുഞ്ഞിപ്പ വന്നപ്പോ നിർത്തി എന്താ വെച്ചാൽ ഓന്റെ പെണ്ണുങ്ങളെ കൊണ്ട് പറഞ്ഞിട്ടാ. ഓന്റെ പെണ്ണുങ്ങൾ നോക്കണേക്ക് ഉമ്മാനെ നോക്കാൻ കഴിയൂല. അത്ര കോളിതാ ദുനിയാവിലൊരു മരോളും അമ്മായിമാനെ നോക്കുണ്ടാവില്ല. അമ്മായിമാനെ ചീത്ത കേട്ടാലും ഓൾ അമ്മായിമാനെ നോക്കും. പക്ഷെ ഞാൻ നോക്കണില്ല എന്നല്ല, എൻ്റെ അടുത്ത് നിൽക്കലില്ല. ഉമ്മാക്ക് ഉമ്മാന്റെ റൂം, ഉമ്മാന്റെ കാര്യങ്ങൾ, ഉമ്മാന്റെ അൽമറ, ഉമ്മാന്റെ ആ ഒരു ഇതിൽ നടക്കുന്ന ആളാണ്. അത് ഇപ്പോൾ ഇന്നലെ ഇപ്പോൾ മാൾമത്തർക്ക് നിൽക്കാൻ പോയിട്ട് ഇന്റെ കാര്യങ്ങളോടെ അവിടെ നടക്കൂല എന്നാണ് പിറ്റേന്ന് തന്നെ ഇങ്ങോട്ട് വന്നത്. അതേ സ്പീഡിൽ പോകുന്നത്. ഉമ്മാന്റെ ആ ഒരു ഇത് ഇവിടെ തന്നെ ഉമ്മാക്ക് ഉമ്മാന്റെ അന്തരീക്ഷം ഉണ്ട്. അപ്പോൾ അതാണ് കാര്യങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ എന്താ പറയാ, അപ്പം മോട്ടി പോയി ഉമ്മാന്റെ പാണ്ട് തന്നെ. മോട്ടിയും എല്ലാവരും കൊണ്ട് പോയിട്ട് പഠിച്ചാൻ വിളിച്ചിട്ട്. അപ്പൊ ഞങ്ങൾ അന്നത്തെ വീഡിയോ ഇതുള്ളൂ കേട്ടാ. അപ്പൊ ഞങ്ങൾ ഉമ്മാനെ കണ്ടില്ലേ? പക്ഷെ ഉമ്മ ഉമ്മാക്ക് ക്ഷീണം കണ്ടിട്ട് എന്തൊക്കെയോ നല്ല സംസാരിക്കും, നല്ല വർത്താനം പറയും. അപ്പൊ ഇതൊക്കെ തന്നെ. അപ്പൊ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും അപ്പൊ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുമല്ലോ എന്തുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടവരൊന്ന് ഷെയർ ചെയ്യുക. ഇതുവരെ നിങ്ങളെ പൂർണ്ണ സപ്പോർട്ടാണ് ഇനിയും വേണം. സത്യം പറയണേ, ഞങ്ങള് എന്താണ് എന്താ പറയാ, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അപ്പൊ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഈ എന്താ പറയാ ഇപ്പൊ കമന്റുകളൊക്കെ കൂടിയപ്പോ ഞങ്ങൾക്ക് എന്താ ചെയ്യില്ല അറിയങ്ങള്, നമ്മൾ നേരെ വീഡിയോ ഓൺ ചെയ്തുകൊണ്ട് നമ്മൾ ഇട്ടതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് എത്ര വ്യൂസ് ഉണ്ട് നോക്കുന്നതിന് മുമ്പ് മെസ്സേജ് ആദ്യം കമന്റ് വന്നില്ലേ? ആദ്യം തുറന്നെന്താ കമന്റ് നോക്കുക. ആ കമന്റിന്റെ ചിഹ്നുണ്ട് അയ്മ ആദ്യം നോക്ക് അത് കമന്റ് വന്നിക്കണം. അപ്പൊ ഇന്നലെ ഫസ്റ്റ് വീഡിയോയില് കമന്റ് ഓഫ് ചെയ്തില്ലേ? പിന്നെ ഞാൻ ഇന്ന് കമന്റ് ഒന്നും വരുന്നില്ല. അപ്പൊ നോക്കുമ്പോ കമന്റ് ഓഫ് ആയിക്കണേ. ഇടക്കിടക്ക് എന്താ ഓട്ടോമാറ്റിക്കായി ഓഫ് ആകാതെ തോന്നുന്നുണ്ട്. വേറൊരു സംഭവം പറയാണ്ട് എന്താ പറയാ, ഈ കമന്റ് ആരും നമുക്ക് അയക്കാറില്ലേ, വരലില്ലേ മുമ്പൊന്നും. അപ്പൊ ഇത് അങ്ങനെ ആയതുകൊണ്ട് ഈ കമന്റ് വരുന്നത് കാണാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടാ. അപ്പൊ ഞാൻ പുറത്തൊക്കെ പോകുമ്പോ എന്റെ ഫ്രണ്ടിന്റെ ആരുടെയൊക്കെ ഫോണെന്ന് ഞാനൊന്ന് കമന്റ് ഇടും. ഇവിടെ വന്നിട്ട് ഇവിടെ കമന്റ്, അപ്പൊ ഞാനേ എന്താ ചൈമുണ്ടാവും ഷറഫു അല്ലെങ്കിൽ മുനീർ ആ ഭാവോടെ കമന്റ് ഇടുന്നത് ഞാന്. പക്ഷെ അവര് കമന്റ് കാണാൻ പൂതിയെന്ന് ഫസ്റ്റ് ഒക്കെ. ഇപ്പൊ പിന്നെ നിങ്ങള് ഇഷ്ടം പോലെ നിങ്ങളെ അഭിപ്രായങ്ങൾ പിന്നെ നിങ്ങൾക്ക് ഞങ്ങളോട് എന്തെല്ലാം ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ചോണ്ടി. അപ്പൊ അതിന്റെ ചോദ്യത്തിന്റെ ഒരു മറുപടി ആയിക്കാണ്ട് ഒരു Q&A പറഞ്ഞാണ് ഞങ്ങൾ വരണ്ടേ ഇൻഷാ അല്ലാഹ്. അപ്പൊ ആ ചെയ്യാൻ ആഗ്രഹമുള്ള പോലെ ഞങ്ങളെ പറ്റി അറിയണം, ആദ്യമായിട്ട് വന്നോലൊക്കെ ഞങ്ങളെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ ചോദിച്ചോളി. അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചോദിച്ചാലൊക്കെ ചോദിച്ചോണ്ടി അല്ലേ? അപ്പൊ ഇൻഷാ അല്ലാഹ് ആയുസോടുണ്ടെങ്കിൽ നാളത്തെ വീഡിയോയിൽ കാണാം. ഞങ്ങൾ ഇങ്ങളൊക്കെ അല്ലാഹു ഈ നോമ്പ് മുഴുവനാക്കി റാഹത്തോടെ കഴിയാൻ ആയുസിന് നീട്ടിത്തെറ്റെ, ആരോഗ്യം തെറ്റെ. അപ്പോൾ വീണ്ടും പറയണേ, നിങ്ങളെ ദുആയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുക. ഞങ്ങളെ ദുആയിൽ നിങ്ങളെല്ലാവരും ഉൾപ്പെടുത്തുക. അപ്പം എല്ലാവർക്കും ബൈ.